അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ റിമാൻഡിലാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. റോസ് അവന്യൂ കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞു. വിശദമായ വാദം കേട്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇനി രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിക്കേണ്ടതുണ്ടോ ഈ മണ്ഡലത്തിൽ? വളരെ തീർച്ചയായും വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണത്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ട. ഇന്നലെ രാത്രി നമുക്കറിയാം ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ട ഏറ്റവും അപൂർവമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ യോഗം ചേരുന്നത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്ന് രാവിലെ എടുക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം പ്രധാനപ്പെട്ട രണ്ട് ടൂളുകൾ ഉപയോഗിക്കുന്നത് 2 ദിവസത്തിനിടെ നമ്മൾ കണ്ടു. ഒന്ന് ED ആണ്, മറ്റൊന്ന് IT ആണ്. IT ഉപയോഗിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ അത്രത്തോളം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ അസ്ഥിരപ്പെടുത്തി. അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അത് ബാൻ ചെയ്ത് നിർത്തിവെച്ചു. ഇപ്പുറത്ത് മറ്റൊരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ഒരു ബദലാണ്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണി ഒരു ബദലാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു മുഖ്യമന്ത്രി അകത്ത് കിടക്കുമ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്ന വഴിയിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന അപൂർവമായ രംഗം നമ്മളിപ്പോൾ കണ്ടു. ഒരു പ്രതിരോധമുണ്ട്, BJPക്ക് ബദലുണ്ട് എന്ന് ഇന്ത്യയോട് വിളിച്ചു പറയാൻ അത് ഇന്ത്യ മുന്നണിയാണ് എന്ന് വ്യക്തമാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി പ്രതിനിധിയായി ആര് പോകണം എന്നതാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഉത്തരവാണ് ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം നടന്നപ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ CPM അല്ല, അതിന് മുമ്പിൽ നിന്ന UDFന്റെ സഖ്യകക്ഷികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് എന്ന് ആർക്കും വായിച്ചെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയാണ്. ഈ ജനന് ക്വിക്ക് റെസ്പോൺസ് വേണം. നോക്കൂ, ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്, അത് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തത് എന്നൊരു ഒറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ 2ാം ഘട്ടത്തിന്റെ സമാപന സമ്മേളനത്തിൽ നിങ്ങളെ കണ്ടില്ല, CPIയെയും കണ്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് പിന്തുണയായി ലീഗ് അവിടെ ഉണ്ടാവുമെന്നുള്ളത് അവരുടെ ഉറപ്പാണ് സാർ. ഇന്ത്യ മുന്നണിന്റെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാമെന്ന് CPM പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഞങ്ങൾ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP RSSനെ പുറത്താക്കുക. ആ നിലപാടുമായി ബന്ധപ്പെട്ട് അതിന് ഭൂരിപക്ഷം വരുന്ന സമയത്ത് എങ്ങനെ 1ാം UPA ഗവൺമെന്റ് ആ തെരഞ്ഞെടുപ്പിന് മതനിരപേക്ഷ പറഞ്ഞിട്ടില്ല. 1ാം UPA ഗവൺമെന്റ് രൂപപ്പെട്ടത് എങ്ങനെയാ? ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം കിട്ടി. എന്റെ സംശയത്തില്ല, നിങ്ങൾ പശ്ചിമ ബംഗാളിൽ പോകുമ്പോൾ, പശ്ചിമ ബംഗാളിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണ കൊടുക്കും. സമാപന സമ്മേളനം വലിയ വിജയമാണെന്ന് കാണുമ്പോൾ ബാക്കി എല്ലാവരും എത്തുമ്പോൾ നിങ്ങൾ അവിടെ പിന്മാറും. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ? ഒറ്റ തെളിവുള്ളൂ, 1ാം UPA ഗവൺമെന്റ്. ആ 1ാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ MPമാർ അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇന്ത്യ മുന്നണി ഒരു പ്രീ പോൾ അലയൻസ് അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല CPM. അങ്ങനെയാണെങ്കിൽ CPMന്റെ പ്രതി ഒരു കാര്യം കൂടി വ്യക്തമാക്കണം. നിങ്ങൾ ഈ മുന്നണിക്ക് അകത്തുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ പറയാം. ഇത് മധുരയിലെ CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ്. മധുരയിൽ മത്സരിക്കുന്ന CPM വെങ്കടേഷ് എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ്. ഇതിൽ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് സ്ഥാനാർത്ഥിക്ക് ഇടത്തും വലതും നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനുമാണ്. എവിടെ CPMന്റെ നേതാക്കന്മാർ? രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിച്ച് വോട്ട് വാങ്ങുകയും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നണിക്കകത്ത് ഞങ്ങളില്ല, അത് ആലോചിക്കാമെന്ന് പറയുന്നത് കാപ്പറ്റ്യത്തെ അങ്ങനെ 2ാം നമ്പർ ബസ് രണ്ടാം തരം പൗരന്മാരായി ഈ ഇവിടുന്ന് പോകുന്ന ഒരു MP മാറേണ്ടതില്ല. രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് എല്ലാ യോഗങ്ങളിലും അതിന്റെ പൊതുപരിപാടികളിലും പങ്കെടുക്കാന്ന് CPIM വാക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല ഇന്ത്യ മുന്നണിയുടെ എല്ലാ. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ വോട്ട് നേടുകയും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നിങ്ങൾ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബീഹാറിൽ വന്നാൽ ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നില്ല. രാഹുൽ ഗാന്ധിന്റെ വോട്ടല്ല, അതിനേക്കാൾ കൂടുതൽ. പക്ഷേ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിന്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ നിങ്ങൾ പങ്കെടുക്കണ്ടേ? ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ടില്ലല്ലോ. കേരളത്തിൽ വിടൂ, നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യങ്ങളും പറയൂ. ദേശീയ നേതാക്കൾക്ക് പങ്കെടുക്കാനില്ലേ ബോംബെയിലെ സമ്മേളനത്തിൽ? മഹാരാഷ്ട്ര ബോംബെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇടതുപക്ഷം അറിയിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ? കാരണങ്ങളുണ്ടാവും. എന്താണ് കാരണം? ഇന്ത്യ മുന്നണി വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവിലേക്ക് കൺവീനറെ കൊടുത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ ജാഥയിൽ സമാപനത്തിൽ പങ്കെടുത്തില്ല? എന്തുകൊണ്ട്? നിങ്ങൾ മറുപടി പറ, ഈ ജനങ്ങളോട് മറുപടി പറ. എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തില്ല? ആഗ്രഹത്തിനനുസരിച്ച്
ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആഗ്രഹത്തിൽ ജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നണി. അപ്പുറത്തേക്ക് BJP യെ തകർക്കാൻ ജനങ്ങളുടെ ആശയത്തിന് പേരെ, ജനങ്ങളുടെ ആഗ്രഹത്തിന് പേരെ ഇന്ത്യ മുന്നണി. അതിന് കൂടെ ഇല്ലാത്ത ഇടതുപക്ഷത്തെ ജനങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന തെരഞ്ഞെടുപ്പ്